നമ്മുടെ ടോണി സ്റ്റാർക്കിന് എത്രമാത്രം ഐക്യമുണ്ടെന്ന് നമുക്കറിയാം. കാരണം അവഞ്ചേഴ്സ് 1 ചിറ്റോറി ആർമിയായിട്ടുള്ള ഫൈറ്റിനിടയ്ക്ക് ആ ഹൾക്കും തോറും ക്യാപ്റ്റൻ അമേരിക്ക എല്ലാം കൂടെ തന്നെ ആ ചിറ്റോറി ആർമിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തോറിനെ വിട്ടിട്ട് ആ മദർഷിപ്പ് ഓൾറെഡി തന്നെ തകർക്കാമായിരുന്നു. അതുമാത്രമല്ല ഇവർ ആ ന്യൂക്ലിയർ വെപ്പൺ വിട്ടപ്പം അന്തം വിട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ടോണിക്ക് ഐഡിയ തോന്നിയത് ആ വോം ഹോളിൽ കൂടെ ആ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടിട്ടിട്ട് അവരുടെ ചിറ്റോറി ആർമിയുടെ മദർഷിപ്പിനെ തകർത്ത് കളയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടോണി ആ മദർഷിപ്പ് തകർത്തിട്ട് താഴോട്ട് വീഴുന്ന സമയത്ത് സ്യൂട്ടിൻ്റെ വെയിറ്റ് കുറക്കാനായിട്ട് ജാർവിസ് ഓൾറെഡി തന്നെ 2 പാർട്സ് കളയുമല്ലോ, റിമൂവ് ചെയ്യുമല്ലോ. അപ്പം ഇത് തന്നെ നമ്മുടെ കോർട്ടിക് സീസൺ 2 എപ്പിസോഡിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ ടോണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ മദർഷിപ്പ് തകർത്ത ശേഷം നമ്മുടെ ജാർവിസ് ഒരു പണി മുടക്കി, ആ പാർട്സ് രണ്ടും കളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഭയപ്പെടുത്തുന്ന ഇരുട്ടിലേക്ക് നമ്മുടെ ടോണി പെട്ടുപോകുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജാർവിസ് ഇടയ്ക്ക് പണി മുടക്കി അയൺമാൻ്റെ കാര്യത്തിൽ തീരുമാനമോ. എന്നാൽ അയൺമാൻ്റെ സ്യൂട്ട് ഓണായിട്ടിരിക്കുവാണെങ്കിൽ മാത്രമേ അയൺമാന് എല്ലാ ഫൈറ്റിലും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.